ഹായ് ഓൾ, ഇന്നെനിക്ക് ട്യൂട്ടോറിൽ പോകേണ്ട ഒരു ദിവസമാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 7:20 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രഷായി വന്നിട്ട് എൻ്റെ എപ്പോഴും ഉള്ള ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പില്ലേ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളി സാധനം, അത്രയ്ക്ക് വല്ല റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ 2 പുതിയ മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അതേ ഇവരാണ് ഞാൻ പറഞ്ഞ ആ മെമ്പേഴ്സ്. ഇപ്പോൾ കുറച്ചിടെ ആയിട്ട് എനിക്ക് എന്തോ കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ എന്തോ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് ഞാൻ ഈ അരിപ്പലഹാരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് രാവിലെ മുട്ട പുഴുങ്ങിയത്, ഏത്തയ്ക്ക, മധുരമില്ലാതെ 1 ഗ്ലാസ് പാൽ, ഇതൊക്കെയാണ് കഴിക്കുന്നത്. എത്ര നാൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ പറ്റുന്നത്രയും പോട്ടെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്ത് സപ്ലിമെൻറ്റ്സ് ആണ് എടുക്കുന്നതെന്ന്. ഞാൻ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. 1 മാസം ആയിട്ടേ ഉള്ളൂ എനിക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്തിട്ട്. അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ എടുത്ത് പിന്നെ എനിക്ക് ട്യൂട്ടർ കൊണ്ടുവന്നുള്ള പുസ്തകങ്ങളും എല്ലാം എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ട്യൂട്ടോറിൽ നിന്ന് നേരെ എസ് ഭാരതിലോട്ടാണ് പോകേണ്ടത്. അമ്മയ്ക്ക് 2 ബ്ലൗസ് പീസ് എടുക്കണം. അപ്പം കളറ് നമുക്ക് മാച്ച് ചെയ്ത കളറിന് വേണ്ടിയിട്ട് അമ്മ എനിക്ക് കയ്യിലുള്ള ബ്ലൗസ് തന്നെ തന്നു വിടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഗേറ്റൊക്കെ തുറന്നിട്ട് പെട്ടെന്ന് തന്നെ ട്യൂട്ടോറിൽ എത്തിയപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ അതേ വന്ന് തുടങ്ങുന്നതേ ഉള്ളായിരുന്നേ. പിന്നെ അവിടുന്ന് നേരെ എസ് ഭാരതിലോട്ട് വരുന്ന വഴിക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോയത്. പിന്നെ ഈ കമ്മൽ കണ്ടാൽ പിന്നെ നമ്മളെല്ലാം മറക്കുമല്ലോ. അങ്ങനെ കമ്മലൊക്കെ നോക്കി ഞങ്ങൾ 2 കമ്മലൊക്കെ മേടിച്ച് നേരെ എസ് ഭാരതിലും പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച്